ഇന്ന് നമുക്ക് ഇഡ്ഡലി ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് മാക്സിമം ഒരു 10 മിനിറ്റ് മതി ഈ ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അത്രയും സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ചെറിയൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഒരു വലിയ സവാള കട്ട് ചെയ്ത് ചേർക്കാം. വലിയൊരു സവാളയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസായിട്ടുള്ള സവാളയാണ് എടുക്കുന്നതെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇതിപ്പോൾ നല്ല വലുപ്പത്തിലുള്ള സവാളയാണ്, അതുകൊണ്ട് മുഴുവനായിട്ടും ഒന്ന് മാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർക്കാം. തേങ്ങ ഇത്ര തന്നെ മതിയാവും, കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ഇത് നല്ല കളറുള്ള മുളകാണ്, അപ്പോൾ അതുകൊണ്ട് ഇത് ചേർക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ മുളക് പൊടി തന്നെ ചേർത്താൽ മതിയാവും. ഏകദേശം ഒരു ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. കാശ്മീരി മുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് ഈ മുളക് ചേർത്തതേ ഉള്ളൂ. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ സാധാരണ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 2 മുളക് പൊടിയും ചേർക്കാൻ നോക്കുക. പിന്നെ കുറച്ച് പുളി ചേർക്കാം, കുറച്ച് മതിയാവും, ഒരുപാടൊന്നും വേണ്ട. പിന്നെ ആവശ്യാനുസരണം ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് ഒരല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. നമ്മൾ ചട്നി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ചൂടാൻ ശേഷം കുറച്ച് കടുക് ചേർക്കാം. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഉഴുന്നുപരിപ്പ് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത ഉഴുന്നുപരിപ്പാണ്, അപ്പോൾ അതാണ് ചേർത്തിരിക്കുന്നത്. ഒന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വറ്റൽമുളക് പൊട്ടിച്ച് ചേർക്കാം. കൂടെ തന്നെ ഒരല്പം കരിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയായിട്ടാണുള്ളത്, അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ലൂസാക്കണം. കുറച്ച് വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഒരുപാടങ്ങ് ലൂസാക്കണ്ട, കുറച്ചൊരു കട്ടിയായിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു. ഇനി ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. അതായത് നമ്മൾ ആ തേങ്ങയൊക്കെ പച്ചക്കല്ലേ ചേർത്തിരിക്കുന്നത്, തേങ്ങയും സവാളയൊക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറിക്കിടണം, അത്രയേ വേണ്ടൂ. മാക്സിമം ഒരു 2 മുതൽ 3 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചട്നി ഇവിടെ റെഡിയാണ്. അപ്പോൾ കൂടുതൽ സമയമായിട്ടൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. മാത്രമല്ല വളരെ സിമ്പിളാണ്. നമുക്ക് മാക്സിമം ഒരു 10 മിനിറ്റ് മാത്രം, 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്